ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു അച്ചാറായിട്ട് ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ മാങ്ങ അച്ചാർ. അപ്പോൾ അടുപ്പ് കത്തിച്ച് വിറകടുപ്പിലായിട്ട് ഉണ്ടാക്കുന്നത് ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില. പച്ചമുളക് ഞാൻ അച്ചാർ തന്നെ കാണിക്കണമെന്ന് നിങ്ങൾ പരാതി പറയില്ല കേട്ടോ. എനിക്ക് അച്ചാറിൻ്റെ ചെറിയൊരു ബിസിനസ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് വെറൈറ്റി അച്ചാറുകൾ കാണിക്കാൻ. ഇപ്പോൾ ചെമ്മീനും മാങ്ങയും അങ്ങനെ ഇപ്പം ഒന്നാമത്തത് മാങ്ങയുടെ സീസണാണല്ലോ. അപ്പോൾ സീസൺ പോണേ മുമ്പ് നമ്മുടെ വീട്ടിൽ മാങ്ങയും ഉണ്ട്. അപ്പോൾ അത് കാണിക്കാമെന്ന് ഓർത്താണ് ഇത് കാണിക്കുന്നത്. ചെമ്മീൻ പൊടിച്ച് വെച്ചേക്കുന്നതാണ്, കഴുകി ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നത്. എൻ്റെ അച്ചാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അച്ചാർ തന്നെ കാണിക്കുക. അച്ചാറിൻ്റെ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ മക്കൾക്കും ഞാൻ എൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കണവർക്ക് എല്ലാവർക്കും എൻ്റെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും നല്ല ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ കോണ്ടാക്ട് ചെയ്യുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഞാൻ പൊതുവെ വിറകടുപ്പിലാട്ടോ എല്ലാം ഉണ്ടാക്കൽ. ഗ്യാസിൻ്റെ ഇപ്പോൾ ക്ഷാമമായതുകൊണ്ടല്ല, എനിക്ക് വിറകുണ്ട്. പിന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ചോറ് വെക്കുന്നതും കറി വെക്കുന്നതൊക്കെ രാവിലത്തെ ചായയുടെ മാത്രമേ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കുള്ളൂ. നിങ്ങൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അത് മൂത്തറുണ്ട്. ഉണക്ക ചെമ്മീൻ ഒന്ന് അതിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ചത്. ഉണക്കി വെച്ചേക്കണം. എന്നാലും എണ്ണയിൽ കിടന്നൊന്നും മൂക്കണമല്ലോ, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ചെമ്മീൻ ഒരുപാട് പൊടിച്ചില്ല കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്തോളൂ. അപ്പോൾ ചെമ്മീൻ ഒന്ന് കടിക്കാനും കൂടി കിട്ടണമല്ലോ. കരിഞ്ഞ് പോവുകയും ചെയ്യരുത്. തീ കുറച്ച് വെച്ച് സാവധാനം മൂപ്പിച്ചെടുക്കണം. ചെമ്മീൻ എങ്ങനത്തെയൊക്കെ വേണം, അത് നിങ്ങളുടെ താല്പര്യം പോലെ എടുക്കാം. കൂട്ടേ കുറയ്ക്കേ എങ്ങനെയാണെങ്കിലും. ചെമ്മീൻ മൂത്ത മണം വന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കായം, നല്ല ജീരകം, ഇത്തിരി കുരുമുളക് അത്രയും നമ്മൾ പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇത് മുളക് പൊടിയൊക്കെ മൂത്താണ്. കാണാൻ നല്ല ഭംഗിയില്ലേ നോക്കി. കഴിഞ്ഞ് മാങ്ങ ഇന്നലെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ വെള്ളത്തേപ്പ് കൂടെ പിന്നെ ആ പൊടിച്ച് വെച്ച പൊടികൾ അത് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഉപ്പ്
അരിഞ്ഞ് ഉപ്പിട്ട് വെച്ച മാങ്ങയും ഇന്നലെ തന്നെ ഒരു രാത്രി ഇരുന്ന മാങ്ങയാണ്. ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വെച്ചതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടിലിരുന്ന് തിഞ്ഞി റെഡി ആയിക്കോളും. ഇത്രയും മതി. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, മാത്രം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.